പട്ട ഗേൾസ് അടിച്ച് പിരിഞ്ഞതിൻ്റെ ഒരു പ്രൊമോ വന്നിരുന്നു. അവർ എന്തുകൊണ്ടാണ് പിരിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപ് ലൈവിൽ അനുമോളോട് അവിടുത്തെ സിങ്ക് ഒന്ന് ക്ലിയർ കഴുകാൻ നൂറ പറഞ്ഞിരുന്നു. പക്ഷേ അനുമോൾ അതിന് കൂട്ടാക്കുന്നില്ല. ഞാനല്ല സിങ്ക് അത്രയും വൃത്തികേടാക്കിയിട്ടത്, ഞാൻ കഴുകില്ല എന്നൊരു സ്റ്റാൻഡായിരുന്നു അനുമോൾക്ക്. അപ്പോൾ അത് നൂറയ്ക്കും മാതൃയ്ക്കും അവിടെയുള്ള ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നൂറ അതിന് പ്രതികരിച്ചു. കാരണം ക്യാപ്റ്റൻ നൂറയാണല്ലോ, നീ പി ആറിൻ്റെ ബലത്തിലല്ലേ നിൽക്കുന്നത്. നിനക്ക് പി ആർ ഉള്ളതുകൊണ്ട് നിനക്ക് എന്ത് തോന്നിവാസം ഇവിടെ കാണിച്ചാലും നിനക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുമെന്ന് നിനക്കറിയാം. അതുകൊണ്ടല്ലേ നീ പണിയൊന്നും എടുക്കാതെ. നിന്നെ ഇട്ടിരിക്കുന്ന ടീമിൽ നിന്ന് നീ തന്നെ സ്വയമേ ഒഴിഞ്ഞു മാറുന്നത്. നീ പണിയൊന്നും എടുക്കത്തില്ല. നീ ഇതിലെ എന്ത് തോന്നിവാസം കാണിച്ചു നടന്നാലും നിന്നെ പുറത്താക്കത്തില്ല. നീ നോമിനേഷനിൽ വന്നാലും നീ പുറത്തു പോകത്തില്ല. കാരണം നിനക്ക് പി ആർ സപ്പോർട്ടുണ്ട് എന്ന് നിനക്കറിയാം എന്ന് അനുമോളുടെ അടുത്ത് നൂറ പറയുന്നു. സത്യം പറഞ്ഞാൽ അനുമോൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി തന്നെയാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാതെ മാറി നടക്കുകയാണ് ചെയ്യുന്നത്. പി ആറിൻ്റെ കാര്യമൊന്നും സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അനുമോൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. പക്ഷെ അത് അനുമോൾ ചെയ്തിട്ടില്ല. അതിൻ്റെ പേര് അത് തന്നെയാണ് ക്യാപ്റ്റനായ നൂറ അവിടെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അനുമോൾ അത് എന്ത് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. അതിൻ്റെ പേരിലാണ് പിന്നീട് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്നതും പിന്നീട് ഇവരെല്ലാവരും തന്നെ ഇരുന്ന് കരയുന്നതും. അനുമോൾ ഇരുന്ന് കരയുന്നു, ആദില കരയുന്നു. എന്തായാലും പട്ട ഗേൾസ് അങ്ങനെ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.